ദുബായിലെ ഗ്ലോബൽ വില്ലേജിലേക്ക് ഒരു യാത്ര പോകാം. ഇത്തവണത്തത് 30th ഇയർ ഓഫ് ഗ്ലോബൽ വില്ലേജാണ്. അപ്പോൾ അത്രയും 30 വർഷമായിട്ട് ഇപ്പോൾ ഈ ഗ്ലോബൽ വില്ലേജ് ഇവിടെ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് രാജ്യങ്ങളുടെ പവലിയൻസ് ഒക്കെ ഈ ഗ്ലോബൽ വില്ലേജിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ പവലിയൻസിൽ അതാത് രാജ്യത്തിൻ്റെ ഓതൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ ഇതാ ഇവിടെ ശ്രീലങ്കയൊക്കെ കാണുന്നുണ്ട്. ശ്രീലങ്കയിൽ ശ്രീലങ്കൻ ടീ ഒക്കെ നമുക്ക് നല്ലതായിട്ട് അവിടെ കിട്ടാറുണ്ട്. അവരത് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരാറുണ്ട്. അതുകൂടാതെ അല്ലാതെ ടീ ഒക്കെ അല്ലാതെയും നമുക്കവിടെ കിട്ടും. ഇതാ ഇവിടെ സ്ട്രോബെറിക്ക് അവരുടെ ഭാഷയിലാണെന്ന് തോന്നുന്നു എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള പല പല ഭക്ഷണങ്ങൾ, തുണിത്തരങ്ങൾ, സ്പൈസസ്, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ഓരോ രാജ്യത്തിൻ്റെയും പവലിയൻസിൽ കിട്ടും. ഈ ഓരോ രാജ്യത്തിൻ്റെയും പവലിയനിൻ്റെ ഫ്രണ്ടെല്ലാം ആ രാജ്യത്തെ ഏതെങ്കിലും പ്രശസ്തമായിട്ടുള്ള ഏതെങ്കിലും ബിൽഡിങ്സ് അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ഒരു റെപ്ലിക്കയായിട്ടാണ് സാധാരണ ചെയ്യുന്നത്. ഓരോ വർഷവും അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഇന്ത്യയുടേതാണ് ഇതാ ഈ കാണുന്നത്. ഓരോരോ കൊട്ടാരങ്ങളും ഒക്കെയാണ് ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് അവർ വെക്കുന്നത്. ഇതാ ഈ ഇന്ത്യൻ പവലിയൻ്റെ ഫ്രണ്ടിൽ ഒരു ഭയങ്കര വലിയൊരു എലിഫൻറ്റിനെ വെച്ചിട്ടുണ്ട്. ആ ആനയുടെ ആ കൊമ്പും അതൊക്കെ ഒരു ഭയങ്കര രസമാണത്. ഗ്ലോബൽ വില്ലേജ് സാധാരണഗതിയിൽ UAE ഒരു കൂളർ വെതർ ആവുന്ന ഒരു ടൈമിലാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഓപ്പൺ ആയിട്ട് ഒരു മാർച്ച് എൻഡ് ഏപ്രിൽ മിഡൊക്കെ ആകുമ്പോഴാണ് സാധാരണ അത് ക്ലോസ് ആവുന്നത്. ഈ കാണുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. നമ്മുടെ ഫാർ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള തായ്ലൻഡ്, വിയറ്റ്നാം ഇവിടെയൊക്കെയുള്ള ഫുഡൊക്കെ നമുക്ക് ഇവിടെ കിട്ടും ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ. അപ്പോൾ ആ ആളുകൾ തന്നെയാണ് ഇതൊക്കെ കുക്ക് ചെയ്യുന്നതും അവിടെ കിട്ടുന്ന ഭക്ഷണമൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ്സിൽ പോകാതെ തന്നെ നമുക്ക് ഇവിടെ വന്നാൽ ഈ നല്ല ഭക്ഷണമൊക്കെ കിട്ടും. അപ്പോൾ ഇതാ ഇവിടെ ഒരു റഷ്യയുടെ പവലിയൻ ഉണ്ട്. പിന്നെ കുറച്ച് വേറെ ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഏരിയാസ് ഉണ്ട്. അതേപോലെ സ്റ്റണ്ട് ഷോസ് ഉണ്ട്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പവലിയൻസ് കൂടാതെ തന്നെ ഇവിടെയുണ്ട്. ഇവിടെ അമേരിക്കാസ് എന്ന് പറഞ്ഞിട്ട് പവലിയൻ ഉണ്ട്. അത് ശരിക്കും USA അല്ല, മറ്റേ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളെല്ലാം കൂടെയാണ് അവിടെ അമേരിക്കാസിൽ. പിന്നെ ഇതാ ഇവിടെയൊക്കെ ഒരുപാട് ടൈപ്പ് ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ലോകത്തിൻ്റെ പല സ്ഥലത്തു നിന്നുള്ള ഭക്ഷണമൊക്കെ രുചിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ പറ്റും. ഇവിടെ ഇതാ ടർക്കിയുടെ പവലിയൻ ഉണ്ട്. ടർക്കിയുടെ പവലിയനിൽ ഒരുപാട് ടർക്കിഷ് സാധനങ്ങൾ നമുക്ക് കിട്ടും. നല്ല നല്ല സുവനീഴ്സ്, പിന്നെ ഭക്ഷണ സാധനങ്ങൾ, ഇതൊക്കെ ഇവിടെ കിട്ടും. ഇത് താജ്മഹൽ കാണുന്ന ശരിക്കും താജ്മഹലല്ല, ഇതിനുള്ളിൽ അവർ ഷോപ്സാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ അവർ വേൾഡ് വണ്ടർ എന്നുള്ള നിലയിൽ അവരവിടെ താജ്മഹലിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, വേൾഡ് വണ്ടേഴ്സ് കുറേ കാര്യങ്ങൾ അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഐഫൽ ടവർ ഉണ്ട്, പിന്നെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉണ്ട്, കൊളോസിയം ഉണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ട്.
ഇവിടെ ഈ യമൻ്റെ പെവിലിയനിൽ നല്ല തേൻ കിട്ടും നമുക്ക്. ഒരുപാട് ടൈപ്പ് തേനൊക്കെ അവർ ഇവിടുന്ന് വിൽക്കുന്നുണ്ട്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു കുറേ സാമ്പിൾ ഇതൊക്കെ തരും നമുക്ക്. നല്ല തേനാണ് യമൻ്റെ പെവിലിയനിൽ നിന്ന് കിട്ടുന്നത്. ചൈന, ജപ്പാൻ, കൊറിയ, തായ്ലൻഡ് ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളെല്ലാം കൂടെ ഒരു ഏരിയയിൽ അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ രാജ്യങ്ങളിൽ കിട്ടുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവിടെ കാണാനും വാങ്ങാനും ഒക്കെ പറ്റും. അതുപോലെ ഇപ്പോൾ തായ്ലൻഡിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ തായ് ഫ്രൂട്ട്സ്, പിന്നെ മാംഗോസ്, അങ്ങനെ കുറേ, പിന്നെ തായ് ഐസ്ക്രീംസ്, ഇതെല്ലാം അവിടെ കിട്ടും. കൊറിയയിൽ പിന്നെ ഈ കൊറിയയുടെ ഡ്രാമാസിലൊക്കെ കണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ വിൽക്കാൻ കിട്ടും. ഇത് പാകിസ്ഥാൻ പെവിലിയനാണ്. ഇവിടെ നല്ല ലെതറിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടും. ലെതർ ജാക്കറ്റ്സ്, പിന്നെ അതേപോലെ ഷോളുകൾ, അതൊക്കെ ഇവിടെ കിട്ടുന്ന ഒരു സ്ഥലമാണിത്.
ഇതാ ഇവിടെ ഈ കാണുന്നതൊരു ഡ്രാഗണാണ്. അത് രാത്രിയിൽ ഫൗണ്ടൻ്റെ ഒപ്പം ഇതിൽ നിന്ന് ഡ്രാഗണിൽ നിന്ന് ഇങ്ങനെ തീയൊക്കെ തുപ്പുന്നത് പോലെ ഉള്ള ഓരോ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു രസമാണ് കാണാനായിട്ട്. പിന്നെ ഇത് ഇവിടുത്തെ മെയിൻ സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ ഒരുപാട് സ്റ്റേജ് ഷോസ് ഒക്കെ വരാറുണ്ട്. ഇതൊരു ഫയർ സ്റ്റേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഷോ അവിടെ നടന്നതാണ്. ഇതൊക്കെ ഫ്രീ ടു അറ്റൻഡ് ആണ്. നമ്മൾ അവിടെ നടക്കുമ്പോൾ അവിടെ പോയിരുന്ന് കാണാൻ പറ്റും ഇതൊക്കെ. ദുബായിൽ ഫേമസ് ആയിട്ടൊരു മിറക്കിൾ ഗാർഡൻ ഉള്ളത് പലർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ മിറക്കിൾ ഗാർഡൻ്റെ ഒരു ചെറിയൊരു പതിപ്പായിട്ട് ഒരു റെപ്ലിക്ക പോലെ ഈ ഗ്ലോബൽ വില്ലേജിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സും ചെടികളും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയ അവർ ഈ പവലിയൻസിൻ്റെ നടുക്കായിട്ടുള്ള ഒരു ഏരിയയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു രസമാണ്, കുറേ ഗാർഡനൊക്കെ ആയിട്ട് ഈ ഒരു ഗ്ലോബൽ വില്ലേജിൽ. ഇത് ഈ വർഷമാണ് അങ്ങനെ ആദ്യമായിട്ട് ഗാർഡനെയും കൂടെ അവർ ഈ ഗ്ലോബൽ വില്ലേജിലേക്ക് കൊണ്ടുവന്നത്. ഗ്ലോബൽ വില്ലേജിൽ പല തീംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തവണ ഇവിടെ ഒരു കിഡ്സ് തീമായിരുന്നു. അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു വേൾഡ് റെക്കോർഡ് ഡ്രോൺ ഷോ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു കിഡ്സ് തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രോൺ ഷോ ഗ്ലോബൽ വില്ലേജിൻ്റെ സ്കൈയിലെല്ലാം കൂടെ നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ്. സ്നേക്ക് ആൻഡ് ലാഡറൊക്കെ വന്നിരിക്കുന്നത് കണ്ടോ.
വീഡിയോയിലൂടെ നമ്മൾ ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു ഈവനിങ് ആണ് ട്രൈ ചെയ്തത് കാണിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ കുറേ പവലിയൻസ് ഒക്കെ കാണാൻ പറ്റി, പിന്നെ കുറച്ച് ഫുഡ് ഏരിയാസ്, എൻ്റർടൈൻമെൻറ്റ്, പിന്നെ ഡ്രോൺ ഷോ, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.